എടി പെണ്ണേ. ആ ഇതാര്? അവിടെ ഇരുന്ന്. അത് കുഴപ്പമില്ല. ഇന്നലെ കണ്ടില്ല ചടങ്ങിന്. ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ചേച്ചിനെ മാത്രം കണ്ടില്ലല്ലോ. ചേച്ചിക്ക് എവിടെയാപ്പ സമയം? ഇന്നലെ ഒന്നും വരാൻ പറ്റിയില്ലാന്നേ. ആണോ? നടുവേദന ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ നടുവേദന. സമയൊക്കെ ആവാറായില്ലേ? അതുകൊണ്ടാ ഇങ്ങനെ കിടക്കുവായിരുന്നു. വെറുതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അമ്മയാണ് അടുക്കളയിലേക്ക് ചെല്ലാൻ സമ്മതിക്കില്ല. ഭാഗ്യവതിയല്ലേ? അത് തന്നെയാണ്. എന്ത് തന്നെ പറയേച്ചി? എന്താന്ന് വെച്ചാ അത് തന്നെ. എന്ത് പറയൂല? നീ എങ്ങനെ അറിയണ്ട? പറയേ പെണ്ണാണ്. പക്ഷെ മോളൊരു കാര്യം ഉണ്ട് മോനെ. പെണ്ണായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടുണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമുണ്ട്. പെണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുമ്പോൾ മുതൽ വീട്ടിൽ കെട്ടിച്ചേർന്ന് വരെ അച്ഛനും അമ്മയ്ക്ക് ആദ്യമായിരിക്കും. ആമ്പിള്ളേരാണെങ്കിൽ തന്നെ അങ്ങ് വളർന്നോളൂന്നേ. അതുകൊണ്ട് പെൺപിള്ളേരെ പറഞ്ഞ പിന്നെ വലുതായി കഴിഞ്ഞാലോ കെട്ടിച്ചുവിടാൻ 101 പവനി കുറഞ്ഞാൽ കെട്ടിച്ചുവിടാൻ പറ്റുമോ? 101 പവനി കുറഞ്ഞാൽ കെട്ടിച്ച് ആരും വിടണില്ല. എത്ര പാവപ്പെട്ടവനും കൊടുക്കും 10-50 പവൻ 100 പവൻ. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ട്. പക്ഷെ ആണായാൽ മതിയായിരുന്നു അല്ലേ? പ്രാർത്ഥിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ആൺകുട്ടിനെ കിട്ടിയാലേ. ആമ്പിള്ളേനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ആലോചിക്കണ്ട. വലുതാകുമ്പോൾ പണിയുന്നത് കാശ് നമുക്ക് തന്നെ കൊണ്ടുതരും. അതൊന്നും വേണ്ട ചേച്ചി. കൊച്ചു ദൈവം സഹായിച്ച് വേറെ ഒരു കുഴപ്പം പറ്റാതെ ആരോഗ്യം ഒക്കെ ഉള്ളൊരു കുട്ടീനെ കിട്ടിയാൽ മതി. വേറെ ഒരു കുഴപ്പമില്ല. ആണായാലും പെണ്ണായാലും എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. എടി മോളെ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു പെൺകുട്ടീനെ വളർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അതിപ്പോൾ മോക്ക് ഞാൻ പറഞ്ഞു. ചേച്ചി പെണ്ണായാലും ആണായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ചേച്ചി പറയണേൻ്റെ അർത്ഥം ദൈവ അനുഗ്രഹങ്ങളോടുകൂടി ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങനെ തന്നാൽ മാത്രം മതി. മോളെ, ഞാൻ പറയണേൻ്റെ അർത്ഥം മോക്ക് മനസ്സിലാവാത്തോണ്ടാ. ഇത്രയോടെ കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാവും മോക്ക്. നമ്മൾ പെൺപിള്ളേരെ കുഞ്ഞാവ് ഉണ്ടാവട്ടെ. ആണാണോ പെണ്ണാണോ ദൈവം തരുന്നത് പോലെ അല്ലേ? വെറുതെ വളർത്തിയാൽ മതി. കെട്ടിച്ചു വിടണ്ടേ അവരെയൊക്കെ വലുതാവും. അത് എത്ര വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ നമുക്ക് അപ്പം ആലോചിച്ചാൽ പോലെ. ഇപ്പൊ കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ എന്തിനാ വെറുതെ? അതൊക്കെ നമ്മൾ ഇപ്പോഴേ ആലോചിച്ച് വെക്കണം മോളെ. ആണായാലും പെണ്ണായാലും നമ്മളത് ആലോചിച്ച് വെക്കണം. പെൺകുട്ടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മോക്ക് ഉണ്ടാവാൻ പോകുന്നത്. ചേച്ചി ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട്. ഞങ്ങൾക്ക് പെണ്ണായാലും ആണായാലും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ചേച്ചി നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആണ് വളർന്ന ഇങ്ങനെ ആയിരിക്കണം, പെണ്ണ് വളർന്ന ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഒന്നുമില്ല. ആണും പെണ്ണും മക്കൾ തന്നെയാണ്. അവരെ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും അവർ വലുതാകുമ്പോൾ നമ്മളോട് ചെയ്യുന്നത്. മറ്റുള്ളൊരു വീട്ടിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടി എന്ന് വിചാരിച്ച് നമ്മുടെ മകള് വലുതാകുമ്പോൾ അതുപോലെ ആവണം എന്നല്ല. മനസ്സിലായോ? ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളുണ്ടാവും. ഓരോ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനും അല്ലെങ്കിൽ ആ കുട്ടികളുടെ സാഹചര്യങ്ങളും അതനുസരിച്ചാണ് ഓരോരുത്തരുടെ ക്യാരക്ടർ മാറിപ്പോകുന്നത്. അല്ലാതെ ഒരു പെണ്ണായിക്കഴിഞ്ഞാൽ അവൾ എന്തായാലും അങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായോ? വെറുതെ ഓരോ ചിന്താഗതികൾ, പൊട്ട ചിന്താഗതികളും കൊണ്ട് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ആൺപിള്ളേർ വഴി തെറ്റി പോകുന്നുണ്ട്. അത് ആൺകുട്ടി ആയതുകൊണ്ടാണോ? അവർക്ക് അങ്ങനെ പോകാമെന്നാണ്. അതൊന്നുമില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. നമ്മൾ പാരൻസ് ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ അതനുസരിച്ച് അവർ പോവുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് ആണും പെണ്ണും എന്നുള്ള വേർതിരിവ് വെച്ചേക്കുന്നത്. ആൺകുട്ടികളായാലും പെൺകുട്ടികൾക്കായാലും അവർക്ക് തുല്യ അവകാശമാണ് ഈ ലോകത്തുള്ളത്. എൻ്റെ പൊന്നു മോളെ, എനിക്ക് പറയാനുള്ള കാര്യം എന്താ നമ്മൾ പെൺകുട്ടിയെ കുറച്ച് വളർത്തുക, ഒരു 18 വയസ്സാകുമ്പോഴത്തേനും കുറെ സ്വർണം കൊടുത്ത് ഒരു ചെറുക്കൻ്റെ വീട്ടിലോട്ട് എടുത്തയക്കാമെന്നാണോ? അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല. കുഞ്ഞുങ്ങളെ പെണ്ണായാലും ആണായാലും അവർക്ക് നല്ല വിദ്യാഭ്യാസമാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എൻ്റെ പൊന്നുച്ചേ, നിനക്ക് പറ്റില്ലണ്ടോ? ഒന്ന് പതുക്കെ സംസാരിക്കേ. എന്തൊരു സൗണ്ടാണ്. അതിപ്പോൾ ചേച്ചി ഇത്ര പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ. ഇതിനാണ് ഈ മാതിരി കിടന്ന് കേൾപ്പിക്കണേ. ഞാൻ അതിന് ചേച്ചിയോടൊന്നും പറഞ്ഞില്ല ചേച്ചിയെ. എനിക്ക് മോള് കേട്ടണോ? ഞാൻ ഇങ്ങോട്ട് പോവാ. ഞാൻ വെറുതെ ഒന്ന് കയറിയത് ഇതിലെ പോയി. ഇപ്പൊ ഇന്നലെ വന്നില്ലോ എന്നുള്ള ഓർത്തോണ്ട് ഞാൻ ഇന്ന് കയറി. ശരി ശരി. ശരി എന്നാ.